ത്തിൽ മരിച്ച രഞ്ജിതയ്ക്കെതിരെ മോശം കമന്റ് ഇട്ട കാഞ്ഞങ്ങാട് ഡെപ്യൂട്ടി തഹസിൽദാർ കസ്റ്റഡിയിൽ. വെള്ളരിക്കുണ്ട് പോലീസ് പവിത്രനെ കസ്റ്റഡിയിലെടുത്തു. നിയാസ് റഹ്മാനുണ്ട്. നിയാസ്, ഒരു മഹാദുരന്തത്തിന് മുന്നിൽ രാജ്യം വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ അതിലൊരു മലയാളി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതിൽ കേരളം മുഴുവൻ വേദനയോടെ നിൽക്കുമ്പോഴാണ് ഇത്ര വൃത്തികെട്ട മനസ്സുള്ള കണക്റ്റിംഗ് ഫ്ലൈറ്റ് കഴിഞ്ഞ് ഞാനിങ്ങ് എത്തിയടിയെന്ന് പറഞ്ഞ് അടുത്ത മെസ്സേജ് വരേണ്ടതാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇടയ്ക്ക് വെച്ചിട്ടാണ് ഞാൻ വിമാനാപകടത്തിൽ മരിച്ചുപോയ രഞ്ജിതയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. കുറച്ച് മണിക്കൂറുകളായിട്ട് നമ്മൾ രഞ്ജിതയുടെ ഫാമിലിയെ പറ്റിയിട്ടും രഞ്ജിതയുടെ വീട്ടുകാരുടെ അവസ്ഥയൊക്കെ അറിഞ്ഞിട്ട് നമുക്കത് കണ്ടപ്പോഴും കേട്ടപ്പോഴും എല്ലാം ഒരുപാട് മാനസിക ബുദ്ധിമുട്ട് നമുക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട് അല്ലേ. അപ്പോൾ അവരുടെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാന്നേ ഉള്ളൂ. പക്ഷേ ഇവിടെ ചില വാർത്തകൾ നമ്മൾ കേൾക്കുമ്പോൾ, ചില കാര്യങ്ങൾ നമ്മൾ അറിയുമ്പോൾ നമുക്ക് എന്താണ് വന്ന് പറയേണ്ടതെന്നോ അല്ലെങ്കിൽ എന്താണ് വന്ന് പ്രവർത്തിക്കേണ്ടതെന്നോ അറിയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അതായത് ഒരു മനസാക്ഷിയും ഒരു ബോധവും വിവരവും ഇല്ലാത്ത ആൾക്കാരാണ് നമ്മുടെ ചുറ്റിനും ജീവിക്കുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്ക് സങ്കടം തോന്നുന്നത്. ഡെപ്യൂട്ടി തഹസിൽദാർ എന്ന് പറയുന്ന ഒരു പരമനാറി ഈ രഞ്ജിതയുടെ മരണമായിട്ട് ബന്ധപ്പെട്ട് ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആ കമന്റ് വായിക്കാനായിട്ട് നിൽക്കുന്നില്ല, എനിക്കത് വായിക്കാൻ താല്പര്യമില്ല. ഞാനിവിടെ സൈഡിൽ വയ്ക്കാം, നിങ്ങൾക്ക് ഈ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ കമന്റ് വായിക്കാം. എത്രത്തോളം തന്തയില്ലാത്ത ഒരുത്തനാണ് യവനെന്ന് ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വ്യക്തമാക്കാന്നേ ഉള്ളൂ. നമ്മുടെ രാജ്യം മുഴുവനും ഈ ഒരു അപകടത്തിന്റെ വാർത്ത കേട്ടപ്പം തൊട്ട് എത്രത്തോളം മനസ്സ് സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അതിൻ്റെ ഇടയിലാണ് ഈ പരമനാറി ഇങ്ങനെയുള്ളൊരു കമന്റ് ഇട്ടത്. എന്നിട്ട് ഇവനെ ഇപ്പം ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഇവനെ പോലീസ് കസ്റ്റഡിയിലും എടുത്തിട്ടുണ്ട്. ഇവനെ സസ്പെൻഷൻ അല്ല കൊടുക്കേണ്ടത്, ഇവനെയൊക്കെ എന്നേക്കുമായി ജോലിയിൽ നിന്ന് തന്നെ ടെർമിനേറ്റ് ചെയ്യുക. ഇവനൊക്കെ എന്തിനാണ് ഈ ജോലി? സർക്കാർ ജോലിയിൽ ഇരുന്നിട്ടാണ് ഈ ഒരു പോക്കൃത്തരം കാണിക്കുന്നവനൊക്കെ. ഈ പരമനാറിക്ക് അഗൈൻസ്റ്റ് പണ്ടും കേസുണ്ടായിരുന്നു, ജാതി അധിക്ഷേപം നടത്തിയതിൻ്റെ പേരിൽ. ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു വീഡിയോ കാണിച്ചു തരാം. രഞ്ജിതയുടെ സുഹൃത്ത് ആ ഒരു മരണത്തെ പറ്റിയിട്ട് പ്രതികരിക്കുന്നതാണ്. ജസ്റ്റ് നമുക്കതൊന്ന് കാണാം. വ്യത്യാസമുണ്ട്. പക്ഷേ ധന്യയ്ക്കും രഞ്ജിതയ്ക്കും ഇടയിൽ രഹസ്യങ്ങളില്ല, അയൽപ്പക്കക്കാരുമാണ്, ദീർഘകാല സുഹൃത്തുക്കളാണ്. ഏറ്റവും അവസാനം മെസ്സേജ് വന്നതും ധന്യയ്ക്കാണ്. എന്തായിരുന്നു അതിൻ്റെ ഉള്ളടക്കം? അതിനകത്ത് ഞാനിവിടെ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. ഇവിടെ ഞങ്ങൾക്ക് പല സമയത്ത് വിളിച്ച റേഞ്ച് കിട്ടുന്നില്ല, വാട്സപ്പ് കോളാണ് വിളിക്കുന്നത്. അപ്പോൾ വിളിച്ചിട്ട് റേഞ്ച് കിട്ടാത്തതിനാണ് നാട്ടിൽ നിന്ന് തിരിക്കുന്നതെന്ന് വൈകുന്നേരം എനിക്ക് മെസ്സേജ് ഇടുകയാണ്, ഞാൻ ഇറങ്ങുവാടി. അപ്പം ഞാൻ അവളോട് പറയുന്നുണ്ട് ഹാപ്പി ജേണി എന്ന് പറയുന്നുണ്ട്. നീ എവിടെയായി എന്നും പറഞ്ഞ് ചോദിക്കുമ്പോൾ ഞാൻ പിറ്റേ ദിവസം രാവിലെയാണ് എനിക്ക് വീണ്ടും മെസ്സേജ് ഇടുന്നു, ഞാൻ കണക്റ്റിംഗ് ഫ്ലൈറ്റിനാണ്. സാധാരണ കണക്റ്റിംഗ് ഫ്ലൈറ്റ് കഴിഞ്ഞ് ഞാനിങ്ങ് എത്തിയടിയെന്ന് പറഞ്ഞ് അടുത്ത മെസ്സേജ് വരേണ്ടതാണ്. അവസാനമായിട്ട് രഞ്ജിത മെസ്സേജ് അയക്കുന്ന ഈ കൂട്ടുകാരിക്കായിരുന്നു. അതിനെ പറ്റിയിട്ടാണ് ഈ കൂട്ടുകാരി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരുടെയൊക്കെ മാനസികാവസ്ഥ നിങ്ങൾ കണ്ടില്ലേ? സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. ഇത് നമുക്ക് ഒരു പരിചയവുമില്ലാത്ത ആൾക്കാരായിട്ട് പോലും നമുക്ക് അവരുടെ വീട്ടിലെ സിറ്റുവേഷൻസും ഓരോ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ സങ്കടം വരുന്നത്. എന്നിട്ടാണ് ഇമാതിരി തോന്നിവാസങ്ങൾ ഓരോ പരമനാറികൾ പോയി എഴുതുന്നത്. ഇവനേക്ക് എന്തു നമ്മൾ വിളിക്കേണ്ടത്? അത് കഴിഞ്ഞിട്ടാണ് ഇടയ്ക്ക് വെച്ചിട്ടാണ് ഞാൻ ഈ ന്യൂസ് അറിയുന്നത്. ഇപ്പോഴും ഞാൻ ആ സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. എനിക്കതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനും പറ്റുന്നില്ല. അതാണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ആരാണ് ഈ വിവരം പങ്കുവെച്ചത്? എൻ്റെ അടുത്ത് മാതൃഭൂമി തന്നെ വർക്ക് ചെയ്യുന്ന ഗോപൻ സാറാണ് എൻ്റെ അടുത്ത് വിവരം പങ്കുവെച്ചിട്ട് ഇന്ന ആളിനെ അറിയാമോ എന്ന് ചോദിക്കുന്നത്. പക്ഷേ ആ വിവരം അറിഞ്ഞ ഉടനെ എനിക്കത് പുറത്ത് വിടാൻ പറ്റുന്ന സാഹചര്യമായിരുന്നില്ല. കാരണം എനിക്ക് തന്നെ അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അവൾക്കുണ്ടായിരുന്നുള്ളൂ എന്നോട് സംസാരിച്ചിട്ട് ആയുസ് എന്നുള്ള കാര്യം എനിക്ക് പുറത്ത് വിടാൻ പറ്റുന്നില്ല. കേട്ടല്ലോ, കുറേ പരമനാറികൾ ഇതുപോലെ ഫേസ്ബുക്ക് ഉപയോഗിച്ചുകൊണ്ടങ്ങ് ഇരിക്കുക. ആരെ എന്ത് പറയണം, വായി തോന്നുന്ന തോന്നിവാസങ്ങളൊക്കെയാണ് ഉമാരെല്ലാം എഴുതി വിടുന്നത്. നിങ്ങൾ ഫേസ്ബുക്കിലെ ഇതിപ്പോൾ നമ്മൾ ഒരു കമൻറ്റ് ശ്രദ്ധിക്കപ്പെട്ടു, ഇവൻ്റെ പേരിൽ കേസെടുത്തു, അതെല്ലാം ആയി. പക്ഷേ ഇങ്ങനെ ശ്രദ്ധിക്കപ്പെടാത്ത ഒരുപാട് കമൻറ്റുകൾ ഇപ്പോഴും ഉണ്ട്. അത് മാത്രമല്ല, ഫേസ്ബുക്കിൽ ഒരുമാതിരിയില്ല ഈ എന്തിട്ട് കഴിഞ്ഞാലും ഇവന്മാർ ഒരു തൊലിഞ്ഞ ഒരു സ്മൈലി ഉണ്ട് ഇരുന്ന് ചിരിക്കുന്നത്. ഒരു മരണ വാർത്തയാണെങ്കിൽ പോലും ആ സ്മൈലി ഇട്ടിട്ടാണ് ഇവന്മാരൊക്കെ റിയാക്ട് ചെയ്യുന്നത്. ഒരു ബോധവും വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത കുറേ എണ്ണം ഫേസ്ബുക്കിനകത്ത് കെട്ടിക്കിടപ്പുണ്ട്. ഇവന്മാരെ എല്ലാവരെയും മോണിറ്റർ ചെയ്യണം. ഇതുപോലെയുള്ള കമന്റ് ഇടുന്നവന്മാരെ ഒരുത്തനെ വെറുതെ വിടരുത്. ഇനി ഇവനെ പറ്റി വന്ന വാർത്ത ഞാനിവിടെ കേൾപ്പിക്കാം. ദുരന്തം ഇപ്പോൾ തിരികെ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഒരു ആളുകളുടെ മനസ്സ് എത്രമാത്രം ദുഷിച്ചു പോകും. ചില ഘട്ടങ്ങളിൽ, ഇത്തരം ഘട്ടങ്ങളിൽ ഏത് നിലയിൽ എത്ര മോശമായി മനുഷ്യൻ ചിന്തിക്കുമെന്നൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ഉദാഹരണം. അത് സാമൂഹിക മാധ്യമങ്ങളിൽ കുറേ അധികം സമയമായി ഇങ്ങനെ ആളുകൾ പങ്കുവെച്ച് വിമർശിച്ച് ധാർമ്മിക രോഷം കൊണ്ടുവരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഒരു നടപടി ഉണ്ടായിട്ടുണ്ട്. അഹമ്മദാബാദ് ആകാശ ദുരന്തത്തിൽ മരിച്ച രഞ്ജിതയെ, നമ്മുടെ നാട്ടുകാരിയാണ്, നമ്മുടെ സഹോദരി എന്നാണ് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത്. അവരെ ജാതീയമായി അപമാനിച്ചിരുന്നു ഒരു ഡെപ്യൂട്ടി തഹസീൽദാർ. ഈ തഹസീൽദാർക്ക് മറ്റാരെങ്കിലും സാധാരണക്കാരാണെങ്കിൽ പോലും അത് നമുക്ക് ഒരു തരത്തിലും വെച്ച് പുറപ്പിക്കാൻ കഴിയാത്തതാണ്. ഇതിപ്പോൾ ഒരു ഡെപ്യൂട്ടി തഹസീൽദാറാണ്. കാസർഗോഡ് വെള്ളരിക്കുണ്ട് താലൂക്ക് ഡെപ്യൂട്ടി തഹസീൽദാർ പവിത്രനാണ് ഫേസ്ബുക്ക് വഴി രഞ്ജിതയെ അപമാനിച്ചത്. അസഭ്യം നിറഞ്ഞ, ഉപയോഗിക്കാൻ പാടില്ലാത്ത ഭാഷയാണ് ഈ തഹസീൽദാർ ഉപയോഗിച്ചിരുന്നത്.
ഇവൻ്റെ ഫാമിലിയുടെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ഇവിടെ കാണിച്ചിട്ട് നമുക്ക് തെറി പറയാൻ പറ്റും. പക്ഷെ നമ്മളത് ചെയ്യാത്തതുണ്ടല്ലോ, നമുക്കൊരു മാന്യതയുണ്ട്. കാര്യം ഇവനെ പോലെയുള്ള പരമനാറികൾക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ അതാണ് ചെയ്യേണ്ടത്. ഒരു മരണവാർത്ത കേൾക്കുമ്പം ഇവൻ എങ്ങനെ ആ കമൻ്റ് ഇടാനായിട്ട് തോന്നി? ഇനിയിപ്പം വന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമായിരിക്കും, ഞാൻ വെള്ളം അടിച്ചിട്ട് ഞാൻ അറിയാതെ ചെയ്തു പോയതാ, അതാണ് ഇതാണെന്ന്. ഇത് ഇവൻ്റെ സ്ഥിരം പരിപാടിയാണ്. ജാതി അധിക്ഷേപം നടത്തിയതിൻ്റെയൊക്കെ പേരിൽ ഇവൻ്റെ പേരിൽ കേസുണ്ട്. പരിശോധന പോസ്റ്റിന് താഴെയായിരുന്നു ഈ ഡെപ്യൂട്ടി തഹസീൽദാർ വന്ന അശ്ലീല കമന്റ് ഇട്ടത്. ഫൈസൽ ചേരുന്നു വിവരങ്ങളുമായി. ഫൈസലെ പറയും. അത് തന്നെയാണ്. ഇദ്ദേഹം ഒരു അശ്ലീല പോസ്റ്റ് ചെയ്യുകയായിരുന്നു, ഇങ്ങനെ കമന്റുകൾ ഇടുകയായിരുന്നു. ആദ്യം ഇദ്ദേഹം തന്നെ ഈ വിമാനത്തിൽ അനുശോചനം അറിയിച്ചുകൊണ്ട് ജാതീയമായി അധിക്ഷേപിക്കുന്ന തരത്തിൽ ഈ രഞ്ജിതയ്ക്കെതിരെ പോസ്റ്റ് ഇടുന്നു. അതിനുശേഷം അതിന് വന്ന താഴത്തെ കമന്റ് അശ്ലീലമായി ആക്ഷേപിക്കുന്ന തരത്തിലുള്ള കമന്റുകൾ വരുന്നു. അങ്ങനെയാണ് ഇത് വ്യാപകമായി ഒരു പ്രതിഷേധത്തിന് ഇടയാക്കുന്നത്. ഇദ്ദേഹത്തിനെതിരെ നിരവധി പരാതികൾ അങ്ങനെ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് ഓൺലൈനായും മറ്റും നിരവധി സംഘടനകളും ഒക്കെ നൽകുന്നത്. ഫൈസലെ, ഇയാള് കുറെ കാലമായി അവിടെ പ്രവർത്തന നിരതനാണോ, അല്ലെങ്കിൽ ഈ സർവീസിലുണ്ടോ? മറ്റു പരാതികളൊന്നും ഉണ്ടായിട്ടില്ല? സ്ഥിരം കുഴപ്പക്കാരനാണോ? ഇയാൾ സ്ഥിരം കുഴപ്പക്കാരനാണ് എന്നതാണ് യാഥാർത്ഥ്യം. കാരണം ഇതിനു മുമ്പ് ഇതേപോലെ ഈ ചന്ദ്രശേഖരൻ, മുൻ മന്ത്രിയും MLA-യുമായ ഈ ചന്ദ്രശേഖരനെ ജാതീയമായി അധിക്ഷേപിച്ച പേരിൽ ഇപ്പോൾ ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ കഴിഞ്ഞ സെപ്റ്റംബറിൽ സസ്പെൻഡ് ചെയ്തു. അങ്ങനെ സസ്പെൻഡ് ചെയ്ത് ജോലിയിൽ പ്രവേശിച്ചപ്പോൾ 1 മാസം ആകുന്നത്. എങ്ങനെ ഇരിക്കുന്നു? ജോലിയിൽ പ്രവേശിച്ചിട്ട് ഇപ്പോൾ 1 മാസം ആവുന്നതേ ഉള്ളെന്ന്. ജാതിപരമായിട്ടുള്ള ആക്ഷേപം നടത്തിയതിൻ്റെ പേരിൽ ഇവനെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തോന്നടേ ഇതൊക്കെ? ഇങ്ങനെയുള്ളവന്മാരെയൊക്കെ പിന്നെ എന്തിനാണ് ഈ സർവീസിൽ എടുക്കുന്നത്? ഇതിപ്പം വീണ്ടും സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് പിന്നെയും കയറും. ഒരു രീതിയിലും ആ ഒരു ജോലിക്ക് അർഹനല്ല ഇവനൊന്നും. എന്തായാലും നിലവിൽ അവനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ആ ഒരു വാർത്തയും കൂടി ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, അതും കൂടി കാണാം. ത്തിൽ മരിച്ച രഞ്ജിതയ്ക്കെതിരെ മോശം കമന്റ് ഇട്ട കാഞ്ഞങ്ങാട് ഡെപ്യൂട്ടി തഹസിൽദാർ കസ്റ്റഡിയിൽ. വെള്ളരിക്കുണ്ട് പോലീസ് പവിത്രനെ കസ്റ്റഡിയിലെടുത്തു. നിയാസ് റഹ്മാനുണ്ട്. നിയാസ്, ഒരു മഹാദുരന്തത്തിന് മുന്നിൽ രാജ്യം വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ അതിലൊരു മലയാളി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതിൽ കേരളം മുഴുവൻ വേദനയോടെ നിൽക്കുമ്പോഴാണ് ഇത്ര വൃത്തികെട്ട മനസ്സുള്ള ഒരാൾ നമുക്കിടയിൽ ഇങ്ങനെ ഒരു കമന്റ് ഇട്ട് വിലസിയത്. അയാളെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. എന്താണ് വിവരങ്ങൾ? അനൂപ് സൂചിപ്പിച്ച പോലെ തന്നെ ഏതൊരാളുടെയും മനസ്സ് വേദനിച്ചു നിൽക്കുന്ന സമയത്താണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ, ഡെപ്യൂട്ടി തഹസിൽദാർ പദവിയിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഈ തരത്തിൽ മോശം പരാമർശവുമായി രംഗത്ത് വന്നത്. ഉടനെ തന്നെ ഇയാളെ സസ്പെൻഡ് ചെയ്യുന്ന നടപടികളിലേക്ക് റവന്യൂ വകുപ്പ് കടന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പോലീസിന്റെ നടപടി ഉണ്ടാകുന്നത്. എന്തായാലും IT ആക്ട് പ്രകാരമായിരിക്കും ഇവന്റെ പേരിൽ കേസെടുത്തിട്ടുള്ളത്. അത് മാത്രമല്ല, സ്ത്രീത്വത്തെ അപമാനിച്ചു, അങ്ങനെയുള്ള ഒരുപാട് വകുപ്പുകൾ ഇതിന്റെ പിന്നിൽ വരും. പക്ഷേ ഇതൊക്കെ ജാമ്യം കിട്ടാവുന്ന വകുപ്പുകളാണ്. കുറച്ച് ദിവസം മാത്രം അകത്ത് പോയി കിടന്നാൽ മതി. പക്ഷേ ദൈവത്തെ ഓർത്ത് ഈ പറയുന്ന ഇങ്ങനെയൊക്കെ ഉള്ളവന്മാർക്കൊന്നും ജാമ്യം കൊടുക്കരുത്. ഇവനൊക്കെ അകത്ത് തന്നെ കിടക്കേണ്ടവനാണ്. അത് മാത്രമല്ല, ഇവനെ ഈ ജോലിയിൽ നിന്ന് തന്നെ എന്നേക്കുമായി ഇവനൊക്കെ ഡിസ്മിസ് ചെയ്യുക. ഇവനൊന്നും ഒരിക്കലും ആ ഒരു ജോലിയിൽ തുടരാനും അനുവദിക്കാതിരിക്കുക. എത്ര പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടതെന്ന് നമുക്കറിയാം. ഇപ്പോഴും ഈ ഒരു മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുവാണ്. അതിൻ്റെ ഒന്നും ഒരു വിഷമം പോലും ഇവനൊന്നും പ്രകടിപ്പിക്കുന്നില്ലെന്ന് ആലോചിക്കുമ്പം ഒന്നും പറയാനില്ല. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.